നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. മാതൃഭൂമി ന്യൂസിൽ മാധു സജി നയിച്ച ചർച്ചയാണ് പ്രധാന കാരണം. ഇതുമായി ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരിതത്തിലെ ചർച്ചയാണ് ഇതിന് കാരണം. കോട്ടയത്തെ കെട്ടിടത്തിൽ നിന്നും ആളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട 2 മന്ത്രിമാരിൽ ഒരാളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആ മന്ത്രിയെയാണ് നിങ്ങൾ ക്രൂശിക്കുന്നത് എന്നായിരുന്നു CPM നേതാവ് അരുൺകുമാറിന്റെ വാദം. ഇതിനെ മാധു അങ്ങ് പൊളിച്ചു. പൊതുമരാമത്തിനെ കുറ്റപ്പെടുത്തുകയാണോ താങ്കൾ എന്നായി ചോദ്യം. ഇതോടെ അരുൺകുമാറിന് കൈവിട്ടു. ചെറിയൊരു നമ്പർ അരുൺകുമാറും ഇറക്കി. കാലൽ വന്ന് വിളിച്ചിട്ടും എന്തേ പോകാത്തു ഗോപാല എന്ന് വിളിച്ചവരാണ് നിങ്ങൾ, ആങ്കർ മാധു എന്നായിരുന്നു ചോദ്യം. ഇതിന് മാധു ഉയർത്തിയ മറുചോദ്യം അരുൺകുമാറിനെ അക്ഷരാർത്ഥത്തിൽ വിയർപ്പിച്ചു. AKGയെ അധിക്ഷേപിച്ചത് ഹംസയായിരുന്നില്ലേ എന്നായിരുന്നു മാധുവിന്റെ ചോദ്യം. ഒന്ന് മര്യാദ കാട്ടൂ നിങ്ങൾ, ഞാൻ സംസാരിക്കുമ്പോൾ എന്താ പ്രശ്നം? ഇതായിരുന്നു അരുൺകുമാറിന്റെ പ്രതികരണം. ഈ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. മറ്റൊന്ന് VS അച്യുതാനന്ദന്റെ പഴയ ഒരു പ്രതികരണമാണ്. CPM നേതാവായ TK ഹംസയെ വിമർശിക്കുന്നതിനിടയിൽ ചിലത് VS അച്യുതാനന്ദൻ പറയുന്നുണ്ട്. ഈ ബൈറ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. TK ഹംസയുടെ കോലിട്ടിളക്കൽ പ്രയോഗത്തിൽ പൊട്ടിത്തെറിച്ച് VS അച്യുതാനന്ദൻ 2012 ഈ പ്രതികരണം നടത്തിയത്. ഇത്തരം ശുംഭത്തരങ്ങൾക്ക് താൻ എന്തു മറുപടി പറയാനെന്നാണ് VSന്റെ ചോദ്യം. കൊല്ലത്ത് ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മടങ്ങവേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് ഹംസയ്ക്കെതിരെ VS ആഞ്ഞടിച്ചത്. TK ഹംസയുടെ പരാമർശം ഏറനാടൻ തമാശയായി കണ്ടാൽ മതിയെന്നാണല്ലോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അന്ന് VS. ഹംസ പറഞ്ഞത് ഞാൻ കേട്ടു. കോലിട്ടിളക്കലിനെ കുറിച്ചാണല്ലോ ഹംസ പറഞ്ഞത്. ഡാംഗെയുടെ ഏകാധിപത്യ റിഫഷനിസ്റ്റ് സമീപനങ്ങൾക്കെതിരെ പ്രതികരിച്ച പാർട്ടി വിട്ടവരാണ് മുസാഫിർ മുഹമ്മദും AK ഗോപാലനും ജ്യോതി ബസുവും അടക്കമുള്ള ഞങ്ങൾ 32 പേർ. മുസാഫിറും AK ഗോപാലനും ബസവപുന്നയെയും സുന്ദരയെയും മുതൽ EK ഇബിച്ചിബാവ വരെയുള്ള 32 പേരെ വർഗവഞ്ചകരെന്ന മുദ്രകുത്തി പറയുകയായിരുന്നു. 64-ൽ കൊൽക്കത്തയിലെ 7ാം പാർട്ടി കോൺഗ്രസിലാണ് ഈ പാർട്ടിക്ക് CPIM എന്ന് പേരിട്ടത്. കൊല്ലങ്ങൾക്ക് ശേഷം കോഴിക്കോട് പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ എത്തിയത് 10 ലക്ഷം പേരാണ്. അതിലൊരാളാണ് ഈ ഹംസ. അമരാവതിയിലെ കർഷകരെ കാട്ടിലേക്ക് ഇറക്കി വിട്ടപ്പോൾ അവർക്ക് മാനമായി ജീവിക്കാൻ ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് AK ഗോപാലൻ നിരാഹാര സമരം നടത്തി. അന്ന് ഹംസ DCC പ്രസിഡന്റാണ്. കാലൻ വന്ന് വിളിച്ചിട്ടും എന്തേ പോകാത്തു ഗോപാല ഗോപാല എന്ന് വിളിച്ചവനാണ് ഹംസ. പിന്നീട് പാർട്ടി വളർന്ന് വന്നപ്പോൾ DCCയിൽ നിന്ന് പയ്യെ ഈ പാർട്ടി കടന്നു കയറി MLA ആയി, MP ആയി, മന്ത്രിയായി പാർട്ടി നൽകിയ ആനുകൂല്യങ്ങളെല്ലാം നേടി. ഇപ്പോഴും ഇനി എന്ത് കിട്ടും എന്ന് നോക്കിയിരിക്കുന്ന മാന്യനായാളാണ് എന്ന് ഓർത്തു കൊള്ളണം. ഇത്തരക്കാർ പറയുന്ന ശുംഭത്തരങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല എന്നാണ് അന്ന് VS തുറന്നടിച്ചത്. TP ചന്ദ്രശേഖരൻ വധത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നാണ് തനിക്ക് കിട്ടിയ വിവരമെന്നും അന്ന് VS പറഞ്ഞിരുന്നു. വളാഞ്ചേരിയിൽ നടന്ന CPM യോഗത്തിലായിരുന്നു ഹംസയുടെ വിവാദ പരാമർശം അന്നുണ്ടായത്. TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ പിണറായി അടക്കമുള്ള നേതാക്കളെ പ്രതിയാക്കാനാണ് UDF ശ്രമിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ VSനെയും കൊടുക്കാം. VSനെ TP വധത്തിൽ കുടുക്കിയാൽ ഒരു ശല്യം ഒഴിഞ്ഞു പോയേനെ. പാർട്ടിക്ക് അപകടം വരുമ്പോഴൊക്കെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ള നേതാവാണ് VS എന്നും ഹംസ അന്ന് തുറന്നടിച്ചിരുന്നു. എന്നാൽ തന്റെ പരാമർശം വിവാദമായതോടുകൂടി മറ്റൊരു യോഗത്തിൽ വെച്ച ഹംസ ഇത് തിരുത്തി പറയുകയും ചെയ്തിരുന്നു. എന്തായാലും വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം ഇപ്പോഴും സജീവമായി ചർച്ചയിലേക്ക് വരികയാണ്. മറ്റൊരു കാര്യം, VS വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു വൈറൽ ബൈറ്റൊക്കെ തന്നെ വലിയ രീതിയിൽ ആഞ്ഞടിക്കുന്നത് എന്നത് കൂടിയാണ്. എന്തായാലും മാധു അക്ഷരാർത്ഥത്തിൽ അരുൺകുമാറിന്റെ വിയർപ്പിച്ചു എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലെ കമന്റ്.